ഹലോ ഡിയർ ഫ്രണ്ട്സ്, പത്രമാറ്റ സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യ ഭയങ്കര സന്തോഷത്തിലിരിക്കുവാണേ. ഒരു ഡയമണ്ട് റിംഗ് ആണല്ലോ നമ്മുടെ അഭി കൊണ്ടുപോയി നവ്യക്ക് കൊടുത്തിരിക്കുന്നത്. നിനക്കല്ലേ എപ്പോഴും പരാതി ഞാനൊന്നും മേടിച്ച് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. കല്യാണത്തിന് മുന്നേ തൊട്ട് എത്രത്തോളം പരാതികളുണ്ടോ അതെല്ലാം തീർക്കാനാണ് എൻ്റെ പുറപ്പാടാണെന്നിങ്ങനെ പറയാം. അപ്പം നീ പരാതി തീർക്കാനാണോ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും കേട്ടോ. ഇപ്പം നിനക്കറിയാലോ, ഇത് രണ്ടാമത്തെ തവണയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. 2 പ്രാവശ്യം വന്നപ്പോഴും വെറും കൈയോടെയല്ല വന്നിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ നവ്യ പറയുന്നുണ്ട്, എടാ നീ വെറും കൈയോടെ ഒരു ചോക്ലേറ്റ് മേടിച്ചുകൊണ്ട് വന്നെന്നാലും എനിക്കൊരു പ്രശ്നമില്ല. പണത്തിനോടും ഇതിനോടൊക്കെ ആർത്തി ഉണ്ടായിരുന്ന നവ്യ എപ്പോഴേ മരിച്ചു കഴിഞ്ഞു. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവിനെയാണ് എനിക്ക് ആവശ്യമെന്നിങ്ങനെ പറയേ. നിന്നെ സ്നേഹിക്കാൻ, നിന്നെ സന്തോഷിപ്പിക്കാൻ തന്നെയും സ്നേഹിക്കാനും കൂടി ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ നിൻ്റെ ആരോഗ്യം അത് നല്ലവണ്ണം നോക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ നവ്യെ, നീ വീട്ടിൽ നിന്ന് പോയതിന് ശേഷമാണ് നിൻ്റെ വില ഞാൻ അറിയുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ ഇങ്ങനെ നോക്കുവേ. അപ്പം നമ്മുടെ അഭി ഇങ്ങനെ പറയണേ, ചുമ്മാതല്ല, നീ വെറുതെ നോക്കണ്ട. എപ്പോഴും വഴക്കൊക്കെ കൂടുമായിരുന്നെങ്കിലും ആ സമയത്തൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വഴക്ക് കൂടാൻ പോലും ആരും ഇല്ലെന്നുള്ള തോന്നൽ നീ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനുണ്ടായി. അതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ അഭി ഇരുന്ന് പറയുന്നുണ്ടേ. ആദ്യമൊക്കെ റൂമിനകത്ത് കയറുമ്പോൾ നീ ഉണ്ടെന്നുള്ളൊരു തോന്നലായിരുന്നു. പിന്നെ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടുമ്പോൾ നീ അവിടെ ഇല്ല. ഒരു ഒറ്റപ്പെടലാണ് അനുഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യക്ക് ഇങ്ങനെ സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി അതിനൊക്കെ മാറ്റം വരണം എന്നുണ്ടെങ്കിൽ നീ തിരിച്ചു വരണം. അപ്പം നമ്മുടെ നവ്യ പറയാ, ഞാൻ മാത്രമല്ല കൂടെ നമ്മുടെ കുഞ്ഞും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇന്ന് സന്തോഷിക്കുവാണേ. എന്നിട്ട് ഇടയ്ക്ക് നവ്യ ചോദിക്കുന്നുണ്ടേ, ഇതൊക്കെ നിനക്ക് നിൻ്റെ മനസ്സിൽ തട്ടി തന്നെ പറയുന്നതാണോ അതോ വെറുതെ പറയുന്നതാണോ? ഇനി നിനക്ക് അങ്ങനെ വിശ്വസിക്കാം, ഇത് സത്യമായിട്ടുള്ള സ്നേഹം തന്നെയാണ്. ഇനി നൂലുകെട്ട് വരെ ഞാൻ ദിവസവും നിനക്ക് എന്നെ ഇങ്ങനെ പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ദിവസം പോലും ഞാൻ നിന്നെ ഇവിടെ നിർത്തത്തില്ല എന്നൊക്കെ ഇങ്ങനെ അഭി പറയുവാണേ. നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും എനിക്കിപ്പം നിൻ്റെ കൂടെ അങ്ങോട്ടേക്ക് വരാൻ തോന്നുക എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരത്തേക്ക് നമ്മുടെ അഭി പറയുക, ഇത്രയും നാൾ നിന്നെ ഞാൻ വിഷമിച്ചതിനൊക്കെ ഞാൻ നിന്നോട് സോറി പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് കൈയെടുത്ത് സോറിയൊക്കെ പറയും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പറയുവേ, ഈ മോതിരം ഇപ്പം തരണ്ടായിരുന്നു, നാളെ തന്നാൽ മതിയായിരുന്നു വിഷുവായിട്ട്. അപ്പോൾ നമ്മുടെ അഭി പറയും, അതിനെന്താ? അപ്പോഴത്തേക്കും നാളെ വരാമെന്ന് പറയും. അപ്പോൾ നാളെ വരുമെന്ന് ചോദിക്കുക. നോക്കട്ടെ, എപ്പോഴും വന്നു കഴിഞ്ഞാൽ അമ്മ വഴക്ക് പറയത്തില്ലേ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഭാര്യയും ഭർത്താവും കാണുന്നതിന് അമ്മയമ്മ എന്തിനാ വിമർശിക്കുന്നത്? അങ്ങനെയൊന്നും നീ പറയണ്ട. ആദർശേട്ടൻ എത്ര പ്രാവശ്യമാണ് ഇവിടെ ഇടത്തേക്ക് കാണാൻ വരുന്നത്. അപ്പം നമ്മുടെ ആദർശേട്ടൻ്റെ അമ്മ എന്തൊക്കെ ഇരുന്നിട്ടാണ് പറയുന്നത് അന്ന് നിനക്കറിയാവുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുവേ. ഒരു സ്നേഹവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം നമ്മുടെ നവ്യ ഇങ്ങനെ പറയും, ഇനി മുന്നിലോട്ട് മരുമകളെ സ്നേഹിച്ചെങ്കിലോ? അതൊക്കെ വെറുതെ, ഒരിക്കലും നടക്കാത്ത കാര്യം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നവ്യ ഇങ്ങനെ ചിരിക്കുവേ. എന്നിട്ട് പറയും, നീ ഏതൊക്കെയാലും കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ജ്യൂസ് കുടിച്ചിട്ടല്ലേ പോയത്, ഇപ്രാവശ്യം വരുമ്പോൾ എന്താണെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി എന്നിങ്ങനെ പറയാം. അന്നേരം നമ്മുടെ അഭി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ മോതിരം കൊണ്ടുവന്നതിൻ്റെ സ്നേഹമാണെന്ന് ചോദിക്കുക. ഒരിക്കലുമല്ല, എൻ്റെ ജീവനായിട്ട് നീ എന്നെ കാണുന്നുണ്ടല്ലോ, അതിൻ്റെ സ്നേഹമാണ് എന്നിങ്ങനെ നവ്യ പറയുവേ. നീ ഇവിടെ ഇരിക്കും, ഞാൻ ഭക്ഷണം എടുത്ത് വയ്ക്കാം. ഒരുത്തി രക്തരക്ഷസ് പോലെ വന്നതുകൊണ്ട് ഇവളെ ശാന്തമായിട്ട് നിർത്തിയേ പറ്റുള്ളൂ. ഇതുപോലെയുള്ള വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ. നാളെ ഒരു ദിവസം പിടിക്കപ്പെട്ടെന്നാലും ഇവൾ സപ്പോർട്ടിന് നിൽക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അഭി ഇതെല്ലാം ചെയ്യുന്നത്. എണീറ്റ് പോകുമ്പോഴേ അപ്പോഴുണ്ടായിരുന്ന മുഖഭാവം എല്ലാം മാറിയിട്ട് വലിയ ക്രൂരൻ്റെ മുഖഭാവം ആവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ദേവയാനിയും നവ്യയും കൂടെ ഇങ്ങനെ ഷോപ്പിങ്ങിന് പോവുകയാണല്ലോ. എന്നിട്ടിങ്ങനെ പറയുന്നുണ്ട്, മോൾക്ക് ആദ്യത്തെ വിഷു അല്ലേ, മേടിക്കാനുള്ളതെല്ലാം മേടിച്ച് തന്നിട്ട് മോള് പിന്നീട് ടാക്സിയിൽ വീട്ടിലോട്ട് പോക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, അഭി എന്താണെങ്കിലും നവ്യേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നല്ലോ, അതും നല്ലൊരു കാര്യം തന്നെയാണ്. എന്നാലും അന്നേരം നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, അഭിയെയും അവൻ്റെ അമ്മേനെയും ഒന്നും അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് ദേവയാനിയും പറയുന്നുണ്ട്. എന്തെങ്കിലും കാര്യസാധ്യത്തിനല്ലാതെ അവർ മറ്റാരെയും സ്നേഹിക്കത്തില്ല. അപ്പം അത് നന്നായിട്ട് അറിയാം, നമ്മുടെ നവ്യേച്ചിക്കും അത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അല്ലെങ്കിൽ തന്നെ അനന്തപുരിക്കാർ ഭാര്യമാരെ സ്നേഹിക്കാത്തവരെ അനന്തപുരിക്കാരോട്ട് അംഗീകരിച്ചിട്ടുമില്ല. അത് ജലജയ്ക്കും അഭിക്കും നന്നായിട്ട് അറിയാമെന്നിങ്ങനെ നമ്മുടെ ദേവയാനിയും പറയുന്നുണ്ട്. എങ്കിലും അനിയും അനാമികയും ഒന്നിച്ചു പോകാത്തതിലും കാര്യമുണ്ട്. അത് അച്ഛനും അമ്മയ്ക്കും അറിയുകയും ചെയ്യാം. അനാമികയുടെ ഭാഗത്തും തെറ്റുണ്ട്. എങ്കിലും അനന്തപുരിക്കാർക്ക് ബന്ധം പിരിയുന്നതിനോട് ഒരു താല്പര്യവും ഇല്ല. അത് ചിന്തിക്കാനും കൂടെ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ മോളോട് എപ്പോഴും പറയുന്നത്, നമ്മുടെ കുടുംബജീവിതം ഭദ്രമാക്കുന്നത് പോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ളവരുടെയും ജീവിതം ഭദ്രമാക്കണം എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറയുക, എൻ്റെയും കാഴ്ചപ്പാട് അങ്ങനെ തന്നെയാണ്. അനിയുടെയും നവ്യേച്ചിയുടെയൊക്കെ ജീവിതം നല്ല രീതിയിൽ തന്നെ പോകണം.
പിന്നെ എനിക്കൊരു കാര്യം അമ്മയോട് പറയാനുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ദേവേനെ നോക്കുവേ. വിഷുവിൻ്റെ അന്ന് അനാമയ്ക്ക് നല്ലൊരു സമ്മാനം കൊടുക്കണം, അവളത് പ്രതീക്ഷിക്കുന്നുണ്ടാവും എന്നിങ്ങനെ നയന പറയുവേ. അപ്പോഴത്തേക്കിനും ദേവേനെ ചോദിക്കും, മോൾക്കും ചോദിക്കേ, എനിക്കൊന്നും വേണ്ട, എനിക്കിപ്പോൾ തന്നെ ഒരുപാടായി. പിന്നീട് നമ്മുടെ മുത്തശ്ശിയും മുത്തച്ഛനും ഒക്കെ ഇരുന്ന് സംസാരിക്കുക കേട്ടോ. വിഷയം അബിയുടേത് തന്നെയാണ്. ഇപ്പം നവീനെ പോയി കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മുത്തശ്ശിയും. അത്തേക്കും മുത്തശ്ശി നിന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയല്ല ഇദ്ദേഹം ഉപദേശിച്ചു കഴിഞ്ഞതിനെ പറ്റി ശേഷം അവൻ ശരിക്കും മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയുക. അന്നേരത്തേക്കും നമ്മുടെ മുത്തശ്ശൻ പറയും, ശരിയാണ്, അവനെന്നെ പേടിയുണ്ട്, അവൻ ചിലപ്പോൾ മാറിക്കാണുമായിരിക്കും, പക്ഷെ മറ്റുള്ളവരുടെ ഉപദേശത്തിനനുസരിച്ചിട്ട് അവൻ സ്വന്തം ഭാര്യനെ സ്നേഹിക്കുകയാണെങ്കിൽ അതിൽ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് മുത്തശ്ശനും പറയുവേ. അവനൊരു പഠിച്ച കള്ളനാ, കുറുക്കു വഴികൾ തേടുന്ന അമ്മയുടെ മകൻ. അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി പറയും, അതാ എനിക്കും പേടി. ആദ്യമായിട്ട് നമ്മുടെ മക്കളിൽ ആദ്യമായിട്ട് അച്ഛനാവാൻ പോകുന്നത് അവനാണ്. അതിൻ്റെ സീരിയസ്നെസ് അവന് കാണിച്ചില്ലെങ്കിൽ അനുഭവിക്കുന്നത് നവ്യമോളും കുഞ്ഞും ആയിരിക്കും. പിന്നീട് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ദേവേനെ അങ്ങോട്ടേക്ക് കടന്നു വരുവാണ്. കയ്യിൽ 2 കവറൊക്കെ ഉണ്ട് കേട്ടോ. അന്നേരത്തേക്കിനും പറയും, മുത്തശ്ശി പറയും, ഇതാ നിങ്ങളുടെ മൂത്ത മരുമകൾ എത്തിയെന്ന് പറയുവേ. അപ്പോൾ എന്നിട്ട് ചോദിക്കും, ഇത് എവിടെ പോയതായിരുന്നു ഇത്ര നേരം എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോഴത്തേക്കിനും മുത്തശ്ശൻ തന്നെ പറയുന്നുണ്ട്, കയ്യിൽ കവർ കണ്ടാൽ അറിയത്തില്ല എവിടെയായിരുന്നു എന്നിങ്ങനെ ചോദിക്കുക. വിഷുവായിട്ട് സമ്മാനങ്ങളൊക്കെ മേടിച്ചു എന്ന് ചോദിക്കും, പർച്ചേസൊക്കെ കഴിഞ്ഞെന്ന് ചോദിക്കും. കഴിഞ്ഞു എന്ന് പറയുക. എന്നിട്ട് 2 പേർക്ക് ഓരോരോ കവർ എടുത്ത് കൊടുക്കും. ഇത് മുത്തശ്ശന്, ഇത് മുത്തശ്ശിക്ക് എന്ന് പറഞ്ഞിട്ട് വിഷു സമ്മാനങ്ങളൊക്കെ കൊടുക്കുവാണ്. 2 പേർക്കും സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അതൊക്കെ പോട്ടെ, നീ നിൻ്റെ മരുമകൾക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുത്തായിരുന്നോ എന്നിങ്ങനെ നോക്കുക. അപ്പം ദേവയാനി ഇങ്ങനെ അഭിനയിക്കാൻ തുടങ്ങും കേട്ടോ. മുത്തശ്ശി പറയാം, അത് പറഞ്ഞപ്പോഴത്തേക്കിനും നിൻ്റെ മുഖഭാവം എന്താ മാറിയത്, ഞങ്ങളൊക്കെ കൊഴിഞ്ഞു വീഴാനായവരാണ്, അവർക്കാണ് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത്. അത് മാത്രമാണോ, നമ്മുടെ കുടുംബത്തിനും കമ്പനിക്കും ഒക്കെ നയനമോൾ ഐശ്വര്യമായിട്ടല്ലേ വന്നത്. അങ്ങനെയുള്ള മോൾക്ക് ആദർശ് ഇഷ്ടം പോലെ മേടിച്ചും കൊടുക്കുന്നുണ്ട്, പിന്നെ വാങ്ങാനായിട്ട് മോളുടെ കയ്യിൽ കാശുമുണ്ട്. പക്ഷേ അമ്മായിയും മേടിച്ചു കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടാവും. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവേനെ പറയാം, അച്ഛൻ ഇപ്പോൾ പറഞ്ഞത് ശരി, അവളുടെ കയ്യിൽ കാശുണ്ട്, പിന്നെ ആദർശം മേടിച്ചു കൊടുക്കുന്നുണ്ട്. ആദർശം മാത്രമല്ല, അച്ഛനും ഇളയച്ചനും ഒക്കെ മേടിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഞാനും കൂടെ വെറുതെ എന്തിനാ പൈസ കളയുന്നതെന്നൊക്കെ ഇങ്ങനെ ദേവേന പറയാം. അന്നേരം മുത്തശ്ശി പറയും, ആയിക്കോട്ടെ, നയനമോൾക്ക് വിഷുവായിട്ട് വിഷുക്കൈനീട്ടം കൊടുക്കാൻ പോകുന്നുണ്ടോ എന്ന് ചോദിക്കേ. അന്നേരം നമ്മുടെ ദേവേന പറയുന്നുണ്ട്, വിഷുവായിട്ട് അവൾക്ക് ഇവിടെ നിന്നുകൂടായിരുന്നോ, അവൾ എന്തിനാ അങ്ങോട്ടേക്ക് ഓടിപ്പോയത്. ഓരോരുത്തരും മറുപടി ഉണ്ട്, ആർക്കും ഇഷ്ടപ്പെടാത്ത മറുപടി എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ദേവേന ചിരിക്കുന്നുണ്ട്. നീ നിൻ്റെ മരുമകൾക്ക് എന്ത് കൊടുത്താലും മതിയാവില്ല ദേവേനെ. അതെനിക്കറിയാം അച്ഛാ, അതുകൊണ്ട് ഞാൻ വേണ്ടുന്ന സമ്മാനങ്ങളെല്ലാം മേടിച്ച് കൊടുത്തു എന്നിങ്ങനെ മനസ്സിൽ പറയുവാണേ. അല്ല, അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുവേ. എനിക്ക് കരളിതാരണ്ടെന്ന ഒരു പെൺകുട്ടിയുണ്ട്, അവൾ ഇപ്പോഴും അന്യനാട്ടിലാണെന്നാണ് ആദർശ് പറഞ്ഞത് എന്നിങ്ങനെ പറയുവേ. സത്യം പറഞ്ഞാൽ ഈ വിഷുവിനെ അവൾക്കല്ല ഞാൻ വിലപിടിപ്പുള്ള സാധനങ്ങൾ മേടിച്ച് കൊടുക്കേണ്ടത്. ഇവിടെയുള്ള ആരും അവളെ കാണാനായിട്ട് എന്നെ അനുവദിച്ചില്ല. മതി, ഇനി ആരും ഒന്നും സംസാരിക്കേണ്ട എന്നിങ്ങനെ മുത്തശ്ശൻ പറയും. അന്നേരം ദേവേന പറയും, അതാണ്, അതിനെപ്പറ്റി സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കിന് എല്ലാവരും ഉരുണ്ട് കളിക്കും. പെട്ടെന്ന് സംസാരം നിർത്തും, എന്നിട്ട് അഹങ്കാരിയായ എൻ്റെ മരുമകൾക്ക് വേണ്ടിയിട്ട് വാദിക്കുകയും ചെയ്യും. പറഞ്ഞത് കേട്ടില്ലേ, അഹങ്കാരിയായ മരുമകളെന്ന് എന്നിങ്ങനെ മുത്തശ്ശിയോട് ചോദിക്കുക. അതെന്നെങ്കിലും അവൾക്ക് മനസ്സിലാകും എന്നിങ്ങനെ പറയുന്നത് കേൾക്കാണ്ടാണ് നമ്മുടെ ദേവയാനി മേലോട്ട് കയറി പോകുന്നത്. എന്നിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ദേവയാനിയോട് സത്യം പറയാനായില്ലേ എന്നൊരു തോന്നൽ എന്നിങ്ങനെ മുത്തശ്ശൻ പറയാം. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, വേണ്ട ഇപ്പോൾ പറയണ്ട, പിന്നെ വീട്ടിനകത്ത് വഴക്കുണ്ടാക്കിയിട്ട് എല്ലാവരുമായിട്ട് പിണങ്ങി നടക്കും അവൾ എന്നിങ്ങനെ പറയുവേ. അപ്പോൾ ഇതെല്ലാം ദേവയാനി നിന്ന് കേട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ നവ്യ ഇങ്ങനെ അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോഴാണ് എൻ്റെ മക്കളുടെ എല്ലാം ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ വന്നത് എന്നിങ്ങനെയൊക്കെ പറയുക. നവ്യ മോളെ അഭിയെ വിശ്വസിക്കാനാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരത്തേക്ക് നമ്മുടെ നവ്യ പറയുന്നുണ്ട്, അവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല, എപ്പോഴാണ് നിറം മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, അതിനെ കഴിഞ്ഞും നിറം മാറുന്നതാണ് അവൻ്റെ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ കനക ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുവാണ്. അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ നമ്മൾ അധികമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ നല്ല കരയുന്നതാണ് എൻ്റെ അനുഭവം. പക്ഷേ അവൻ്റെ മാറ്റത്തിൽ ഇപ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നീട് നമ്മുടെ നയന വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. എന്നിട്ട് കയ്യിൽ നിറച്ച് കവറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും അഭി പോയോ എന്ന് ചോദിക്കുക. അഭി പോയെന്ന് പറയാം. നമുക്കെല്ലാവർക്കും വേണ്ട ഡ്രസ്സുകളെല്ലാം അമ്മ മേടിച്ച് തന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നു. അവിടെ കൊണ്ടുപോയി സാധനമൊക്കെ വെക്കുവേ. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ കറങ്ങി നടക്കുന്നത് നാട്ടുകാർ കാണത്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിന് നയന പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ ആരും അറിയാൻ വയ്യാത്തൊരു വേറൊരു കടകളിലാണ്, ദൂരെ ഒരു സ്ഥലത്താണ് പോയെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ.
ഞാനൊന്ന് നോക്കട്ടെ, സാരിയൊക്കെ ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ നോക്കാൻ പോകുമ്പോഴത്തേക്കിനും നോക്കണ്ട, എല്ലാം നല്ല കാര്യമാണ്. ബില്ല് കണ്ടപ്പോഴത്തേക്കിനും എൻ്റെ കണ്ണ് തള്ളിപ്പോയി. പിന്നെ പൈസയാണെങ്കിൽ കൊടുക്കാനായിട്ട് ഞാൻ ഒരുങ്ങിയപ്പോഴത്തേക്കിനും അതിൻ്റെ അമ്മായിയമ്മയാണ് കൊടുത്തതെന്നിങ്ങനെ പറയും. അപ്പം നവ്യ പറയും, നീ നിൻ്റെ അമ്മായിയമ്മയുടെ ജീവനല്ല നിലനിർത്തിയത്, അതിൻ്റെ സ്നേഹം എപ്പോഴും ഉണ്ടാവും. അതെ, ഈ സെറ്റ് സാരി അമ്മയ്ക്കുള്ളതാ. അന്നേരത്തേക്കും നോക്കട്ടെ നോക്കട്ടെ, നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ പളവളാന്നുള്ള ഈ പട്ട് സാരിയോ? അതും അമ്മയ്ക്കുള്ളതാ, അമ്മയ്ക്ക് 2 മേടിച്ചിട്ടുണ്ട്. എവിടെ, എനിക്ക് എവിടെ എന്നിങ്ങനെ നവ്യ ചോദിക്കുക. ഇത് ചേച്ചിക്ക് എന്ന് പറഞ്ഞിട്ട് ചേച്ചിക്കും കൊടുക്കുവേ. നന്ദുവിനും അച്ഛനും അമ്മയ്ക്കും ഉള്ളത്, അച്ഛനും ഉള്ളത് ഇതിനകത്തുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ കനക പറയുന്നുണ്ട്, ഇപ്പോൾ ആദർശം കുറേ ഡ്രസ്സുകളെല്ലാം മേടിച്ചുകൊണ്ട് വന്നതല്ലേ ഉള്ളൂ, എന്തിനാ ഇത്ര എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സന്തോഷത്തിന് മേടിച്ച് തരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നായനയും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ് കേട്ടോ. അനി ഇങ്ങനെ ഫോൺ വിളിക്കുവാണ്, നന്ദുവിന് ഫോൺ വരുന്നുണ്ട്. അപ്പോൾ റൂമിലിങ്ങനെ ഫോൺ ഇരിക്കുകയാണല്ലോ, കയറി നോക്കുമ്പോഴത്തേക്കിന് അനിയാണ് കേട്ടോ. അപ്പോഴത്തേക്കിനും ഇങ്ങനെ ദേവയാനി പറഞ്ഞ വാചകങ്ങളൊക്കെ ഓർക്കുവാണ്. മോളെ, അവനിൽ നിന്ന് മാറി നടക്കണം, ഒരു സൗഹൃദമായിട്ട് മാത്രമേ കാണാവുള്ളൂ, അവനെ സ്നേഹിച്ചു, പക്ഷെ അത് മനസ്സിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ അനിയും അതുപോലെ അനാമികയും തമ്മിലുള്ള ബന്ധം തകരുമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലേ. അപ്പോൾ വീണ്ടും നമ്മുടെ അനിയെ കാണിച്ചിട്ട് അനി പറയുവാണ്, അവൾ ഫോൺ എടുക്കുന്നില്ലല്ലോ, വിഷുവൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയിട്ടായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് വിളിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അനി ഇങ്ങനെ സമാധാനപ്പെടുവാണേ. എന്നിട്ട് പിന്നെ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്, സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ സൗണ്ട് കേൾക്കാൻ രണ്ടാമതൊന്നുകൂടെ വിളിച്ചുകൊണ്ടും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് രണ്ടാമതും വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ഫോൺ എടുക്കുന്നില്ല കേട്ടോ. എന്താണെങ്കിലും നമ്മുടെ അനി നന്ദുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വൈകുന്നേരം കൂടണമെന്ന്. അതനുസരിച്ചിട്ട് ഇപ്പം അനി ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓടി വരിക കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ റൂമിനകത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനി വരുന്നത് കണ്ടിട്ട് അനി ഇങ്ങനെ പെട്ടെന്ന് റൂമിനകത്തൊക്കെ നോക്കും കേട്ടോ. നന്ദു വന്നില്ലേന്ന് ചോദിക്കുക. എന്നിട്ട് നന്ദു വന്നില്ലടാ എന്ന് പറയേ. അപ്പം ഇവരും ചോദിക്കുക, നന്ദു എന്താ വരാത്തതെന്ന് ചോദിക്കും കേട്ടോ. ഞാൻ നിങ്ങളോട് ചോദിക്കാനിരിക്കുകയാണ്, എന്താ വരാഞ്ഞതെന്ന്. ഞാൻ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ അവളോട്ട് എടുത്തുമില്ല എന്നിങ്ങനെ പറയുവേ. നീ ഒന്ന് വിളിക്കുമെന്ന് ചോദിച്ചിട്ട് നമ്മുടെ രാകേഷിനെ കൊണ്ട് നന്ദുവിനെ വിളിപ്പിക്കുകയാണ്. അപ്പോൾ നന്ദുവിനെ ഫോൺ വിളിച്ച് കഴിയുമ്പോഴത്തേക്കിനും രാകേഷാണല്ലോ ഈ ഫോൺ വിളിക്കുന്നത് എന്നിങ്ങനെ നന്ദു ഇങ്ങനെ പറയുവാണ്. മനസ്സിലാണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് ഫോൺ എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നീ എന്താ പനി വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ നിങ്ങളെ രാജേഷ് ചോദിക്കുവേ. അന്നേരത്തേക്ക് നമ്മുടെ നന്ദു പറയും, എനിക്ക് എടുക്കാനായിട്ട് തോന്നിയില്ല എന്ന് പറയുവേ. അപ്പം നീ ഇന്ന് വരുന്നില്ലേ? ഞാൻ ഇന്ന് വരുന്നില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പം ഇതൊരുമാതിരി പണിയായിപ്പോയി എന്നൊക്കെ ഇങ്ങനെ രാകേഷ് പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് എനിക്കൊന്ന് കൂടുതലൊന്നും സംസാരിക്കാനായിട്ടില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു ഫോൺ കട്ട് ചെയ്യുവേ. എടാ അവൾ വരത്തില്ലെന്നാണ് പറയുന്നത് ഇങ്ങനെ അനിയൻ്റെ അടുത്ത് പറയുവേ. അവളിന്ന് വന്നേ പറ്റുള്ളൂ, എനിക്കിന്ന് അവളെ കാണണം, ഇനി അല്ലെങ്കിൽ പിന്നെ അവളെ കാണാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, നാളെ വിഷു എന്നും പറഞ്ഞ് നീ അവളുടെ വീട്ടിൽ പോയി സമ്മാനം കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ട നമുക്ക് എല്ലാവർക്കും കൂടെ പോകാൻ ഇങ്ങനെ പറയുക. അന്നേരം ഇന്നൊരു കൂട്ടുകാരൻ പറയും, വേണ്ട നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരൻ അറിഞ്ഞിട്ട് അവളുടെ അമ്മ വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറയും, അത് തന്നെയല്ല അവളെ കൊണ്ടുപോയി വഴി തെറ്റിക്കലെന്നാണ് ഞങ്ങളോട് പറഞ്ഞേക്കുന്നതെന്ന് പറയാം. അപ്പം നമ്മുടെ അനി പറയുന്നുണ്ട്, വഴി തെറ്റിക്കാനോ, അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ? നടക്കാത്തതായിട്ടൊന്നും അല്ലല്ലോ, നീയും നന്ദുവും തമ്മിലുള്ള ബന്ധം അവരെല്ലാം ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഭയപ്പെടട്ടെ, അവരോടും നയനേച്ചിയോടും എല്ലാം ഞങ്ങൾ നേരിട്ടാണ് കാര്യങ്ങൾ ചെന്ന് പറഞ്ഞത്. എന്താണെങ്കിലും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നോക്ക്, അവളും ഇവനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല താനും. അവളാണെങ്കിൽ ഇവനെ ഭർത്താവായിട്ട് അംഗീകരിക്കുന്നുമില്ല, ഇവന് അവളോടും ഇല്ല. അങ്ങനെയുള്ളപ്പോൾ അനാമികയും ഇവനും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ പോവുകയാണെങ്കിൽ നന്ദുവായിട്ട് അടുക്കുന്നത് തന്നെയാണ് നല്ലത് എന്നിങ്ങനെ രാകേഷ് പറയുന്നുണ്ട്. സ്നേഹിച്ച പെണ്ണിനെ കെട്ടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരു ജീവിതമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കേ. അന്നേരം നമ്മുടെ അനി പറയാം, എടാ നിങ്ങൾ എന്താണേലും ഇതുപോലെ തന്നെ എപ്പോഴും എൻ്റെ കൂടെ നിൽക്കണം, എനിക്കിന്ന് അവളെ കണ്ടേ പറ്റുള്ളൂ, അവളെ ഞാൻ ഇന്നിവിടെ വരുത്തും എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുക നമ്മുടെ നയനയാണ്. അതുപോലെ തന്നെ ദേവേനെ ഇങ്ങനെ ഫോൺ വിളിക്കുക കേട്ടോ. അമ്മ എന്ന് പറഞ്ഞിട്ടൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് ഫോണിൽ. അപ്പോൾ ഇങ്ങനെ ഫോൺ വിളിന്ന് കഴിയുമ്പോഴത്തേക്കിനും എന്നാ എടുക്കും നമ്മളെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുക. എന്നിട്ട് പറയും, വിഷുക്കണിയൊക്കെ ഒരുക്കുകയും ചോദിക്കുക. ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയും കേട്ടോ. ഞാൻ നാളെ വരാം വിഷുക്കണിയിട്ട് തരാൻ വേണ്ടിയിട്ട്, അത് രാവിലെ അമ്പലത്തിൽ പോയതിന് ശേഷം ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറയുവാണ്. മോൾ ഇവിടെ ഇല്ലാത്തതിൻ്റെ വിഷമമുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നയന് പറയേ, മറ്റന്നാൾ നന്ദു പോവല്ലേ അമ്മേ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നത്. മോളെ ആദർശ് വിളിച്ചായിരുന്നു ചോദിക്കുക. അന്നേരത്തേക്ക് നമ്മുടെ നയന പറയും, ഇല്ല ഇന്നിപ്പോൾ ഇത്ര നേരമായിട്ടും വിളിച്ചില്ല, ഇനിയിപ്പോൾ അങ്ങോട്ടൊന്ന് വിളിച്ച് നോക്കണം. പോട്ടെ, എന്താണെങ്കില്ല ഹാപ്പി വിഷു ഇൻ അഡ്വാൻസ് പറയുവേ. അങ്ങനെ ദേവയാനയും പറയും, അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ നയനയും ഹാപ്പി വിഷു അമ്മയെന്നിങ്ങനെ പറയുവേ. പിന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ കണി ഒരുക്കും കേട്ടോ. വാൽക്കണ്ണാടിയും എല്ലായിടത്തും ഉരുളിയൊക്കെ എടുത്ത് വെച്ച് എല്ലാം ഇങ്ങനെ കണിയൊക്കെ ഒരുക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കിനും അമ്മ പറയുന്നുണ്ട്, മോളവിടെ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും സങ്കടമായിരിക്കും എന്നിങ്ങനെ പറയുക. അപ്പം നമ്മുടെ
നന്ദു പറയുന്നുണ്ട് ആദർശേട്ടന് വലിയ കുഴപ്പം കാണത്തില്ല, പക്ഷേ അമ്മായിയമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇടയ്ക്ക് നവ്യയും പറയുന്നുണ്ട് പിന്നെ കണി ഒരുക്കാനായിട്ട് ഇവിടെ കഴിഞ്ഞിട്ടുള്ള ആളല്ലേ ഉള്ളൂ അവിടെ, അതുകൊണ്ട് എല്ലാവർക്കും നന്നായിട്ട് മിസ് ചെയ്യുമെന്നിങ്ങനെ നവ്യയും പറയുവാണേ. പിന്നെ വിഷുവായിട്ടെ എനിക്ക് എന്തെങ്കിലും നല്ലത് കേൾക്കണമെന്നുണ്ട്. അവിടെയാണെങ്കിലേ അനാമികയും ഇളയമ്മച്ചിയും എല്ലാവരും അപ്പച്ചിയും എല്ലാവരും എന്നെ കുറ്റം പറയും. അനാമികയ്ക്ക് ഞാനവിടെ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് അവളുടെ ഈ പ്രാവശ്യത്തെ വിഷു നല്ല രീതിയിൽ കടന്നു പോട്ടെ, ഞാൻ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല എന്നിങ്ങനെ നയനയും പറയുന്നുണ്ട്. നന്ദു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവനിപ്പോൾ അവിടെ കാത്തിരിക്കുകയായിരിക്കും, ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എന്നിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ആനയ്ക്ക് ഒട്ടും തടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കിനും ഇങ്ങനെ അനു പറയുകയാണ്, എടാ അന്നത്തെ പോലെ എനിക്ക് ഇത്തിരി മദ്യപിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. എന്നാൽ ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാം, എന്നിട്ട് അവളെ കൂടിച്ചുകൊണ്ട് തിരിച്ചു വരാം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിന് ഇത്തിരി മുഖം ഒന്ന് പ്രസാദിക്കുക. എന്നിട്ട് പറയും, എടാ മടങ്ങി വരുമ്പോൾ അവൾക്കൊപ്പം എന്താണെങ്കിലും നിങ്ങൾക്കൊപ്പം അവളും ഉണ്ടാവണം എന്നിങ്ങനെ പറയുകയാണേ. ഇല്ലെങ്കിൽ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കും എന്നിങ്ങനെ പറയും കേട്ടോ. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പറയുക. അന്നേരത്തേക്ക് ഇന്നൊരു കൂട്ടുകാരൻ പറയും, നീ വേണ്ടാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, വിഷുവായിട്ട് നീ ഒരു സീൻ ഉണ്ടാക്കിയാലേ നിൻ്റെ വീട്ടുകാർക്ക് അത് സഹിക്കാൻ പറ്റുമോ എന്നിങ്ങനെ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ടേ. ഒരു സാധാരണ കുടുംബമല്ല നിൻ്റേത്, അത് ഓർമ്മ വേണം. ആ കുടുംബക്കാർ തന്നെ എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയതെന്നിങ്ങനെ അനിയും പറയുവാണേ. അതൊന്നും അല്ല, നീ ആദർശനോട് എല്ലാം നേരത്തെ പറയണമായിരുന്നു എന്നിങ്ങനെ പറയുവേ. എന്നാൽ അതും ഉണ്ടായില്ല. അന്നേരത്തേക്ക് നമ്മുടെ അനി പറയുന്നുണ്ട്, അവളുടെ വീട്ടുകാർക്കെല്ലാം നേരത്തെ അറിയാമായിരുന്നല്ലോടാ, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവരുടെ 2 മക്കൾ ആ വീട്ടിലോട്ട് വന്നതിന് ശേഷം അവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുമായിരുന്നു. അപ്പോൾ മൂന്നാമത് ഒരാളും കൂടെ അങ്ങോട്ടേക്ക് വിടാനായിട്ട് അവർ റെഡി ആവുമോ എന്നിങ്ങനെ ഇന്നൊരു കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുമ്പോഴത്തേക്കിനും അനിയും പറയുന്നുണ്ട്, എന്നാൽ ഞാനും കൂടെ വരാമെന്നേ. അന്നേരത്തേക്കിനും അവർ പറയേ, വേണ്ട നീ വരണ്ട, നീ അലമ്പാക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയും. നിനക്ക് ക്യാമ്പിലോട്ട് നന്ദു പോയി കഴിയുമ്പോൾ അവിടെ പോയി കാണാമെന്നുള്ളതല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുവേ. അപ്പോൾ ഇങ്ങനെ അനി പറയും, അവിടെ പോയിട്ട് എങ്ങനെ കാണാനാടാ എന്ന് പറയാം. എന്നാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ 2 പേരും കൂടെ നന്ദുവിനെ വിളിക്കാൻ പോകുമ്പോൾ അനി ഇങ്ങനെ ആകെപ്പാടെ ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്